ഗോവിന്ദിനെ അഭിനയിപ്പിക്കണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 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 ക്യാമിയോ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസിലാണ് ആ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അതിനാര് വേണം? നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഗെറ്റപ്പുള്ളൊരു മനുഷ്യനായിരിക്കണം, പക്ഷെ സ്റ്റാർഡം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരാൾ എന്നാൽ ഫ്രെയിമിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടാവണമെന്ന് തോന്നിയ സമയത്താണ് ഗോവിന്ദിലേക്ക് പതുക്കെ ഡൈവേർട്ടായിട്ട് ചർച്ച വന്നതും ഗോവിന്ദിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഗോവിന്ദിനെ കണക്ട് ചെയ്യുമ്പോൾ സ്വതവേ മടിയനായിട്ടുള്ള മനുഷ്യൻ എന്താണോ പറയാനുള്ളത്, ഇല്ല ഇല്ല ഇല്ല, ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അഭിനയിക്കാൻ, പക്ഷേ മടിയാണ്, വരില്ല, അയാളുടെ പണി അതല്ല എന്നാണ് അയാൾ പറയാറുള്ളത്. പിന്നെ എനിക്കുള്ള സംഗതി എന്താ വെച്ചാൽ, ആ ക്യാരക്ടറിനെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഭയങ്കര പീക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ്, ഗോവിന്ദും പീക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ്. തോമസ് ഷെൽബിയാണ് അയാളുടെയും എൻ്റെയൊക്കെ ഒരു മോഡ്. അപ്പോൾ അത് തന്നെയായിരുന്നു ആ ക്യാരക്ടറിൻ്റെ റെഫറൻസ്. അപ്പോൾ ഞാനത് വളരെ നൈസായിട്ട് ഗോവിന്ദിൻ്റെ വൈഫ് രഞ്ജുവിനോട് അവതരിപ്പിക്കുകയും ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ ബ്രീഫിംഗ് കൊടുക്കുകയും ചെയ്തോട് കൂടിയിട്ട് രഞ്ജു എക്സൈറ്റഡ് ആവുന്നു. അന്ന് രഞ്ജു പ്രഗ്നൻ്റാണ്. അപ്പോൾ അന്ന് രഞ്ജു ഗോവിന്ദിൻ്റെ അടുത്ത് പ്രഗ്നൻസി വിഷായിട്ടാണ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതോട് പിന്നെ ഗോവിന്ദിന് വേറൊന്നും ചെയ്യാനില്ല, അയാൾ വരുന്നു, അഭിനയിക്കുന്നു.